രജനികാന്ത്, കമൽ ഹാസൻ, വിജയ്, അജിത് തുടങ്ങിയ സൂപ്പർ താരങ്ങൾ അടക്കി വാഴുന്ന തമിഴ് ഇൻഡസ്ട്രി. വർഷാവർഷം 100, 200, 300 കോടിയുടെ സിനിമകൾ പുറത്തിറങ്ങുന്ന സിനിമാ മേഖല. സൂപ്പർ താരങ്ങളുടെ സൂപ്പർ ചിത്രങ്ങൾക്കായി കാത്തിരിക്കുന്ന ആരാധകരും അവരുടെ ആഘോഷങ്ങളും കളക്ഷൻ റെക്കോർഡുകളും എല്ലാം നമ്മൾ സോഷ്യൽ മീഡിയ വഴി കാണാറുണ്ട്. എന്നാൽ 2026 തുടക്കം മുതൽ തമിഴ് സിനിമ ആകപ്പാടെ മാറിയ മട്ടാണ്. കാരണം നിലവിൽ തമിഴ് സിനിമ ഭരിക്കുന്നത് കുറച്ച് കൊച്ചു സിനിമകളാണ്. ചെറിയ പടങ്ങൾ എന്ന് പറഞ്ഞ് തള്ളിക്കളയേണ്ട. കാരണം ഈ പടങ്ങൾ തമിഴ്നാട്ടിൽ നിന്നും വാരിയിരിക്കുന്നത് കോടികളാണ്. ഇത്തവണത്തെ പൊങ്കൽ ആഘോഷം കൊഴുപ്പിക്കാനായി തിയേറ്ററുകളിൽ 2 സിനിമകളായിരുന്നു എത്തിയത്. ശിവകാർത്തികേയൻ, രവി മോഹൻ തുടങ്ങിയ വമ്പൻ താരങ്ങളുടെ അകമ്പടിയിലെത്തിയ പരാശക്തിയും ജീവനായകനായി എത്തിയ തലൈവർ തമ്പി തലമയിലും. എന്നാൽ പ്രതീക്ഷകളെ കാറ്റിൽ പറത്തി തമിഴ് ബോക്സ് ഓഫീസിനെ ഞെട്ടിച്ചതാകട്ടെ ആ ജീവ ചിത്രവും. ഒരു ഹൈപ്പും കൂടാതെ എത്തിയ ചിത്രം തമിഴ്നാട്ടിൽ നിന്നും മാത്രം നേടിയത് 32.2 കോടിയാണ്. ഒപ്പമെത്തിയ ശിവകാർത്തികേയൻ ചിത്രം പരാശക്തി 80 കോടിക്ക് മുകളിൽ നേടിയെങ്കിലും പ്രതികരണങ്ങളിൽ ചിത്രം പിന്നിലേക്ക് പോവുകയും കളക്ഷനെ അത് സാരമായി ബാധിക്കുകയും ചെയ്തു. എന്നാൽ കുറച്ച് തിയേറ്ററുകളിൽ മാത്രം തുടങ്ങിയ തലൈവർ തമ്പി തലമയിൽ 2ാം ആഴ്ചയായപ്പോഴേക്കും മുൻനിര തിയേറ്ററുകളിൽ ഷോകൾ സ്വന്തമാക്കി. കേരളത്തിലും സിനിമയ്ക്ക് മുന്നേറാനായി. തൊട്ടടുത്ത മാസം എത്തിയ അഭിഷൻ അനശ്വര ചിത്രം വിത്ത് ലവ് പ്രതീക്ഷകൾക്കും അപ്പുറമുള്ള പ്രകടനമായിരുന്നു കാഴ്ചവെച്ചത്. ഒരു റൊമാൻറ്റിക് കോമഡി ജോണറിൽ എത്തിയ വിത്ത് ലവ് എല്ലാത്തരം പ്രേക്ഷകരെയും തൃപ്തിപ്പെടുത്തുന്ന സിനിമയായി. 28.8 കോടിയാണ് സിനിമ വാരിക്കൂട്ടിയത്. സിനിമയിലെ അഭിഷന്റെയും അനശ്വരയുടെയും പ്രകടനങ്ങൾ ഏറെ ശ്രദ്ധിക്കപ്പെട്ടു. ഫെബ്രുവരി അവസാനത്തോടെ തിയേറ്ററിലെത്തിയ തായ്ക്കിഴവി എന്ന സിനിമയാകട്ടെ എല്ലാവരെയും അത്ഭുതപ്പെടുത്തിയ പ്രകടനമായിരുന്നു കാഴ്ചവെച്ചത്. 10 കോടി ബജറ്റിൽ ഒരുങ്ങിയ ഈ കോമഡി ഡ്രാമ ചിത്രം ബോക്സ് ഓഫീസിൽ നിന്നും നേടിയതാകട്ടെ 70 കോടിയോളമാണ്. ശിവകുമാർ മുരുകേശൻ സംവിധാനം ചെയ്ത ഈ കോമഡി ഡ്രാമ ചിത്രത്തിൽ രാധിക ശരത് കുമാറാണ് പ്രധാന കഥാപാത്രത്തെ അവതരിപ്പിച്ചിരിക്കുന്നത്. ശിവകാർത്തികേയന്റെ നിർമ്മാണത്തിലെത്തിയ തായ്ക്കിഴവി അതിന്റെ അവതരണ രീതി കൊണ്ടും തമാശകൾ കൊണ്ടും രാധിക ശരത് കുമാറിന്റെ ഗംഭീര പ്രകടനം കൊണ്ടും ചർച്ചയായി. ഈ വർഷത്തെ ഇതുവരെയുള്ള തമിഴ് സിനിമകളിലെ ഏറ്റവും ഉയർന്ന കളക്ഷൻ ചിത്രവും ഇതുതന്നെ. തമിഴ് ബോക്സ് ഓഫീസിന്റെ മാർച്ച് മാസം ആരംഭിക്കുന്നത് യൂത്ത് എന്ന ഹിറ്റ് സിനിമയിലൂടെയാണ്. നടൻ കെൻ സംവിധാനം ചെയ്ത് നായകനായി എത്തിയ ചിത്രം ഇതുവരെ നേടിയത് 68 കോടിയാണ്. റൊമാൻറ്റിക് ഡ്രാമ സിനിമയെ എത്തിയ യൂത്ത് ചെറുപ്പക്കാരെയും ഫാമിലി പ്രേക്ഷകരെയും ഒരുപോലെ ഞെട്ടിച്ചു. ചിത്രത്തിലെ സുരാജ് വെഞ്ഞാറമൂടിന്റെ പ്രകടനവും കയ്യടി നേടിയിരുന്നു. നായകനായ കെന്നിന്റെ അച്ഛന്റെ വേഷത്തിലാണ് സുരാജ് ചിത്രത്തിൽ വേഷമിടുന്നത്. വയലൻസും രക്തച്ചൊരിച്ചിലും ഇല്ലാതെ ആദ്യ അവസാനം വരെ പ്രേക്ഷകർക്ക് ചിരിച്ച് ആസ്വദിച്ച് കാണാവുന്ന പക്ക എന്റർടൈനർ ആണെന്നതാണ് ഈ ചിത്രത്തിന്റെ ഏറ്റവും വലിയ ഹൈലൈറ്റ്. തമിഴിലെ കോമഡി വേഷങ്ങളുടെ പ്രശസ്തനായ കരുണാസിന്റെ മകനാണ് കെൻ. GV പ്രകാശ് കുമാറാണ് ചിത്രത്തിലെ ട്രെൻഡായി മാറിയ ഗാനങ്ങൾക്ക് സംഗീതം നൽകിയത്. ഈ സിനിമകൾക്ക് പിന്നാലെ എത്തിയ GV പ്രകാശ് കുമാർ ചിത്രം ഹാപ്പി രാജ് എന്ന സിനിമ ഭേദപ്പെട്ട പ്രകടനമാണ് കാഴ്ചവെച്ചത്. തമിഴ്നാട്ടിൽ നിന്നും 6.15 കോടി നേടിയ സിനിമ GV പ്രകാശ് കുമാറിന്റെ വിജയ സിനിമകളിൽ ഇടം നേടി. ഇനി ഏപ്രിൽ 10 പുറത്തിറങ്ങുന്ന പ്രദീപ് രംഗനാഥൻ ചിത്രം ലവ് ഇൻഷുറൻസ് കമ്പനിയാണ് സിനിമാ ബോക്സ് ഓഫീസിന്റെ പ്രതീക്ഷകൾ. തുടർച്ചയായി 100 കോടി നേടിയിരിക്കുന്ന പ്രദീപിന്റെ അടുത്ത 100 കോടിയിലേക്കാകുമോ ഈ സിനിമ എന്ന പ്രതീക്ഷയിലാണ് തമിഴ് സിനിമാ ലോകം. ചിത്രത്തിലെ ഗാനങ്ങൾക്കും ട്രെയിലറുകൾക്കും മികച്ച വരവേൽപ്പാണ് ലഭിക്കുന്നത്. എന്തായാലും വൻ സൂപ്പർ താരങ്ങളുടെ സിനിമകൾ ഇനിയും വരാനിരിക്കെ തമിഴ് ബോക്സ് ഓഫീസിന് ആശ്വാസമാകുന്നത് ഈ ചെറിയ സിനിമകളാണ്. ചെറിയ ബജറ്റിൽ വലിയ ലാഭം കൊയ്യുന്ന ഇത്തരം സിനിമകൾക്ക് നിർമ്മാതാക്കൾ നൽകുന്ന ആശ്വാസവും ചെറുതല്ല. ആക്ഷനും വയലൻസും നിറഞ്ഞ സൂപ്പർ താര സിനിമകളിൽ നിന്ന് ഇടവേള നേടാൻ ആഗ്രഹിക്കുന്ന പ്രേക്ഷകർക്കും ഇത്തരം കൊച്ചു സിനിമകൾ ആവേശകരമാകുന്നു. എന്തായാലും മലയാളം ഇൻഡസ്ട്രി പോലെ താരമൂല്യത്തിനപ്പുറം കഥയ്ക്കും കഥാപാത്രത്തിനും പ്രാധാന്യം നൽകുന്ന ഇത്തരം സിനിമകൾ ഇനിയും തമിഴിൽ നിന്നും ഉണ്ടാകട്ടെ.